കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ആരാണ് യഹോവ സാക്ഷികൾ? അവർ വിശ്വസിക്കുന്നത് എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. 1870 അമേരിക്കയിലെ പെൻസിലോണിയ എന്ന സ്ഥലത്ത് ചാർലസ് റസൽ എന്ന ആളിനാൽ ആരംഭിക്കപ്പെട്ട ബൈബിൾ ക്ലാസ്സാണ് ഇന്ന് യഹോവ സാക്ഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കൂട്ടമായി പരിണമിച്ചത്. മില്ലേനിയൽ ഡോൺ ബൈബിൾ സ്റ്റഡി എന്നാണ് റസൽ തൻ്റെ ബൈബിൾ ക്ലാസ്സിന് പേരിട്ടത്. മില്ലേനിയൽ ഡോൺ എന്ന പേരിൽ അദ്ദേഹം എഴുതുവാൻ ആരംഭിച്ച പുസ്തകങ്ങൾ 6 വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ളവയാണ് ഇന്ന് യഹോവ സാക്ഷികൾ എന്നറിയപ്പെടുന്നവർ വിശ്വസിക്കുന്നത്. 1916 റസൽ മരിച്ച ശേഷം റൂദർഫോൾഡ് എന്ന അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ 1917 അവസാനിച്ച മർമ്മം എന്ന ഒരു പുസ്തകം എഴുതി റസലിൻ്റെ പുസ്തകത്തിൻ്റെ 7ാമത്തെ വാല്യമായി കൂട്ടിച്ചേർത്തു. അവർ ആരംഭിച്ച വാച്ച് ടവർ ബൈബിൾ ആൻഡ് ട്രാക്ട് സൊസൈറ്റി മൂലമായി ഇവരുടെ ഉപദേശങ്ങൾ ലോകമെങ്ങും വ്യാപരിക്കുവാൻ ഇടയാക്കി. 1931 വരെ റസലുകാർ എന്നറിയപ്പെട്ടിരുന്ന ഇവർ സംഘടനയിൽ ഏർപ്പെട്ട പിരിവ് മൂലം ഒരു കൂട്ടർ യഹോവ സാക്ഷികളെന്നും മറ്റേ വിഭാഗം ബൈബിൾ സ്റ്റുഡൻസ് എന്ന പേരും സ്വീകരിച്ച് 2ആയി പിരിഞ്ഞു. എന്താണ് ഇവർ വിശ്വസിക്കുന്നത്? അവരുടെ എഴുത്തുകൾ പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട ക്രിസ്തീയ ഉപദേശങ്ങളൊന്നും അവർ വിശ്വസിക്കുന്നില്ല എന്നത് വ്യക്തമാണ്. ഉദാഹരണമായി, യേശു ആരാണെന്ന ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി ദൈവസൃഷ്ടികളിൽ പ്രധാനിയായ മീഖായേൽ എന്ന പ്രധാന ദൂതനാണ് എന്നാണ് അവർ പറയുന്നത്. യേശു ദൈവപുത്രനാണ് എന്ന് വ്യക്തമായി എഴുതിയിട്ടുള്ള വേദവാക്യങ്ങൾക്ക് നേരെ വിപരീതമാണ് ഈ പഠിപ്പിക്കൽ. അവർ പഠിപ്പിക്കുന്നത് രക്ഷ വിശ്വാസത്താൽ മാത്രമല്ല ലഭിക്കുന്നത്, രക്ഷ ദൈവത്തിൻ്റെ ദാനമെന്നും അത് വിശ്വസിക്കുന്നവർക്കെല്ലാം ലഭ്യമാണെന്നും വ്യക്തമായി പഠിപ്പിക്കുന്ന വേദവാക്യങ്ങൾക്ക് എതിരാണ് ഈ ഉപദേശം. അവർ ത്രിത്വ നിഷേധികളാണ്. യേശു ദൈവപുത്രനല്ല എന്നും പരിശുദ്ധാത്മാവ് വെറും ദൈവശക്തിയാണെന്നും അവർ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണം നമുക്ക് പകരം ആയിരുന്നു എന്നും അവർ വിശ്വസിക്കുന്നില്ല. ഇത്തരം വേദവിരുദ്ധ ഉപദേശങ്ങളെ അവർ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? അവരുടെ ഉപദേശം സ്ഥാപിക്കുവാൻ അവർ ചെയ്തത് നമ്മുടെ കരങ്ങളിലെ വേദപുസ്തകം സഭയാൽ കളങ്കപ്പെടുത്തപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേദപുസ്തകം അവരുടെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുമാറ് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന പേരിൽ തർജ്ജിമ പ്രസിദ്ധമാക്കി. ഉപദേശങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിന് പകരം വേദപുസ്തകത്തെ അവരുടെ ഉപദേശത്തിന് അനുസരിച്ച് തിരുത്തുകയായിരുന്നു അവർ ചെയ്തത്. എന്നാൽ ഇതിൻ്റെ ഫലമോ? ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ പല ആവർത്തി തിരുത്തപ്പെടേണ്ടി വന്നു. വേദപുസ്തകത്തെ തനിയായി പഠിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം വിശ്വാസികൾക്ക് ഇല്ലാതെയാക്കി. അവരുടെ നേതാക്കന്മാർ പറയുന്നത് അതേ പ്രകാരം വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കപ്പെട്ടു. അത് വേദപുസ്തക സത്യത്തിന് എതിരായ പഠിപ്പിക്കലാണ്. ബെരോവായിലെ വിശ്വാസികളെപ്പോലെ ലജ്ജിക്കുവാൻ വകയില്ലാത്തവരായിരിക്കുവാൻ വേദപുസ്തകം പഠിപ്പിക്കുവാൻ ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. ഒരുപക്ഷെ യഹോവ സാക്ഷികളെപ്പോലെ തീവ്രമായ അവരുടെ ഉപദേശം പ്രസിദ്ധമാക്കുവാൻ ശ്രമിക്കുന്നവർ വളരെ ചുരുക്കമാണ്. എന്നാൽ അവർ പ്രസിദ്ധമാക്കുന്നത് സത്യത്തിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ്. അവർ സത്യസുവിശേഷം മനസ്സിലാക്കുവാൻ ഇടയാകേണ്ടതിന് സർവകൃപാലുവായ ദൈവം ഇടവരുത്തട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.